ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസ് ക്വിസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുന്നതിനോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പഠനസഹായി പ്രിന്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചധികം ആളുകൾ പ്രീ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് നടത്തിയിട്ടുള്ള ആളുകൾക്കുള്ള പുസ്തകം 2 ദിവസത്തിനുള്ളിൽ തന്നെ അയച്ചു തുടങ്ങും. ഈ മാസം 10-ാം തീയതി, മാർച്ച് 10-ാം തീയതി വരെ പ്രീ ബുക്കിങ്ങിന് അവസരമുണ്ട്. പ്രീ ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾ 250 രൂപ മാത്രം അടച്ചാൽ മതി. മാർച്ച് 11 മുതൽ പോസ്റ്റൽ ചാർജ് കൂടി ചേർത്ത് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. അതിൽ 25 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3 വീഡിയോയായിട്ടാണ് ചെയ്യുന്നത്. ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് 2ാമത്തെ വീഡിയോയാണ്. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6-ലെ 3ാമത്തെ തലക്കെട്ട് ജീവന്റെ അപ്പം. 2, ജനക്കൂട്ടം ആരെയാണ് കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയത്? യേശുവിനെ. 3, യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ എന്താണ് ചോദിച്ചത്? റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? 4, കടലിന്റെ മറുകരയിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ എന്താണ് സംബോധന ചെയ്തത്? റബ്ബി. 5, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ യേശു എന്താണ് പ്രതിഭജിച്ചത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. 6, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. 7, എന്തു കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? അടയാളങ്ങൾ. 8, എന്ത് ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? അപ്പം. 9, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പത്തിനു വേണ്ടി, അതായത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്. 10, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ആരു തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് യേശു പറയുന്നു? മനുഷ്യപുത്രൻ. ആരാണ് അനശ്വരമായ നിത്യജീവന്റെ അപ്പം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യപുത്രനാണ്. 11, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന എന്തിന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ? നിത്യജീവന്റെ. 12, ആര് അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു? പിതാവായ ദൈവം. 13, പിതാവായ ദൈവം അവന്റെ മേൽ എന്തു വച്ചിരിക്കുന്നു? അംഗീകാര മുദ്ര. 14, പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? 15, എന്തനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അവർ യേശുവിനോട് ചോദിച്ചു? ദൈവഹിതം. 16, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് യേശു എന്താണ് മറുപടി നൽകിയത്? ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. 17, എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. 18, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ എന്തു ചെയ്യുക? വിശ്വസിക്കുക. 19, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ യേശുവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? 2, എന്താണ് നീ പ്രവർത്തിക്കുക? 20, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്താണ് ചെയ്യുക എന്നാണ് അവർ യേശുവിനോട് ചോദിച്ചത്. എന്ത് അടയാളം? 21, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ എവിടെ നിന്ന് അപ്പം കൊടുത്തു
എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന്. 22 അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് എന്തു കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അപ്പം. 23 അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു. 24 ഞങ്ങളുടെ ആരാണ് മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചത്? പിതാക്കന്മാർ. 25 ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെ വച്ച് മന്ന ഭക്ഷിച്ചു? മരുഭൂമിയിൽ. 26 ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് എന്ത് ഭക്ഷിച്ചു? മന്ന. 27 ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു എന്നവർ പറഞ്ഞപ്പോൾ യേശു എന്താണ് മറുപടി പറഞ്ഞത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. 28 ആരല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്നാണ് യേശു പറയുന്നത്? മോശ. 29 മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് എന്ത് തന്നത്? അപ്പം. 30 എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തരുന്നത്? യഥാർത്ഥമായ അപ്പം. 31 എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്? എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. 32 ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ആർക്ക് എന്ത് നൽകുന്നതത്രേ എന്നാണ് യേശു പറയുന്നത്? ലോകത്തിന് ജീവൻ. 33 ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് എന്ത് നൽകുന്നതത്രേ? ജീവൻ. 34 ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ അവനോട് എന്താണ് അപേക്ഷിച്ചത്? കർത്താവെ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. 35 കർത്താവെ, എന്ത് ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് അവർ അപേക്ഷിച്ചത്? ഈ അപ്പം. 36 ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് അവർ അപേക്ഷിച്ചപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്? ഞാനാണ് ജീവന്റെ അപ്പം. 37 ആർക്ക് ഒരിക്കലും വിശക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ അടുത്ത് വരുന്നവന്. 38 ആരുടെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? എൻ്റെ അടുത്ത് വരുന്നവന്, അതായത് യേശുവിന്റെ അടുത്ത് വരുന്നവന്. 39 എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? വിശക്കുകയില്ല. 40 എന്നിൽ വിശ്വസിക്കുന്നവന് എന്ത് ചെയ്യുകയുമില്ല എന്നാണ് യേശു പറയുന്നത്? ദാഹിക്കുകയുമില്ല. 41 എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് യേശു പറയുന്നത്? വിശ്വസിക്കുന്നില്ല. 42 ആര് എൻ്റെ അടുത്ത് വരും എന്നാണ് യേശു പറയുന്നത്? പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം. 43 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്ത് ചെയ്യും എന്നാണ് യേശു പറയുന്നത്? എൻ്റെ അടുത്ത് വരും. 44 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. 45 എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? തള്ളിക്കളയുകയില്ല. 46 ആരെ ഞാൻ തള്ളിക്കളയുകയുമില്ല എന്നാണ് യേശു പറയുന്നത്? എൻ്റെ അടുക്കൽ വരുന്നവനെ. 47 ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്? എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, സ്വർഗത്തിൽ നിന്ന്. 48 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ എന്ത് പ്രവർത്തിക്കാനല്ല, ഇഷ്ടം. 49 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനല്ല എന്നാണ് യേശു പറയുന്നത്? എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. 50 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്? എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. 51 ആരുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവന്റെ. 52 അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ എന്തു ചെയ്യാതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം.
നഷ്ടപ്പെടുത്താതെ. 53 അന്ത്യദിനത്തിൽ എന്തു ചെയ്യണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ്. 54 പുത്രനെ കാണുകയും അവനിൽ എന്തു ചെയ്യുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. വിശ്വസിക്കുകയും, അതായത് പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനിൽ നിത്യജീവൻ ഉണ്ടാകണം എന്നതാണ് പിതാവിന്റെ ഇഷ്ടം. 55 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് എന്തുണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം, നിത്യജീവൻ. 56 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് ആരുടെ ഇഷ്ടം, എന്റെ പിതാവിന്റെ. 57 അന്ത്യദിനത്തിൽ ആരെ ഉയർപ്പിക്കും? പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ. 58 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ അന്ത്യദിനത്തിൽ എന്തു ചെയ്യും? ഉയർപ്പിക്കും. 59 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്ത് ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അപ്പം. 60 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ ആരാണ് അവനെതിരെ പിറുപിറുത്തത്? യഹൂദർ. 61 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ ആരാണ് അവനെതിരെ പിറുപിറുത്തത്? യഹൂദർ. 62 യഹൂദർ എന്താണ് യേശുവിനെതിരെ പറഞ്ഞത്? ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? 63 ഇവൻ ആരുടെ മകനായ യേശുവല്ലേ എന്നാണ് യഹൂദർ പറയുന്നത്? ജോസഫിന്റെ. 64 ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? ആരാണ് ഇവൻ? യേശു. 65 യേശുവിനെതിരെ പിറുപിറുത്ത യഹൂദർ എത്ര ചോദ്യങ്ങളാണ് യേശുവിനെ കുറിച്ച് ചോദിക്കുന്നത്? 3 ചോദ്യങ്ങൾ. 66 യേശുവിനെതിരെ പിറുപിറുത്ത യഹൂദർ യേശുവിനെ കുറിച്ച് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഏതെല്ലാം? ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? 2 ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? 3 പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? 67 നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. ആര് ആരോട് പറഞ്ഞു? യേശു അവരോട്, അതായത് യഹൂദരോട്. 68 നിങ്ങൾ പരസ്പരം എന്തു ചെയ്യേണ്ടതില്ല എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? പിറുപിറുക്കേണ്ടതില്ല. 69 ആര് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ച പിതാവ്. 70 എന്നെ അയച്ച പിതാവ് എന്തു ചെയ്താലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല, ആകർഷിച്ചാലല്ലാതെ. 71 എന്റെ അടുക്കലേക്ക് വരുന്നവനെ എപ്പോഴാണ് ഞാൻ ഉയർപ്പിക്കുന്നത്? അന്ത്യദിനത്തിൽ. 72 എന്റെ അടുക്കലേക്ക് വരുന്നവനെ അന്ത്യദിനത്തിൽ ഞാൻ എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? ഉയർപ്പിക്കും. 73 അവരെല്ലാവരും ദൈവത്താൽ എന്തു ചെയ്യപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പഠിപ്പിക്കപ്പെട്ടവരാകും. 74 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? പ്രവാചക ഗ്രന്ഥങ്ങളിൽ. 75 ആരിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു എന്നാണ് യേശു പറയുന്നത്? പിതാവിൽ നിന്ന്. 76 പിതാവിൽ നിന്ന് എന്തു ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു എന്നാണ് യേശു പറയുന്നത്? ശ്രവിക്കുകയും പഠിക്കുകയും. 77 പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. 78 ആരിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ? ദൈവത്തിൽ നിന്ന്. 79 ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ ആരെ കണ്ടിട്ടുള്ളൂ? പിതാവിനെ. 80 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആർക്ക് നിത്യജീവനുണ്ട്? വിശ്വസിക്കുന്നവന്. 81 വിശ്വസിക്കുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? നിത്യജീവൻ. 82 യോഹന്നാൻ 6:48
താൻ ആരാണ് എന്നാണ് യേശു പറയുന്നത്. ജീവന്റെ അപ്പം. 83, നിങ്ങളുടെ ആര് മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു? പിതാക്കന്മാർ. 84, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ വച്ച് മന്ന ഭക്ഷിച്ചു? മരുഭൂമിയിൽ. 85, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് എന്ത് ഭക്ഷിച്ചു എന്നാണ് യേശു പറയുന്നത്? മന്ന. 86, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർക്ക് എന്ത് സംഭവിച്ചു? അവർ മരിച്ചു. 87, ഇതാകട്ടെ ആര് ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്? മനുഷ്യൻ. 88, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി എവിടെ നിന്നിറങ്ങിയ അപ്പമാണ്? സ്വർഗത്തിൽ നിന്ന്. 89, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ എന്താണ്? അപ്പം. 90, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഭക്ഷിക്കുന്നവന് എന്ത് സംഭവിക്കുകയില്ല? മരിക്കുകയില്ല. 91, എവിടെ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് എന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ നിന്ന്. 92, സ്വർഗത്തിൽ നിന്നിറങ്ങിയ എങ്ങനെയുള്ള അപ്പം ഞാനാണ്? ജീവനുള്ള. 93, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് എന്തു ചെയ്താൽ അവൻ എന്നേക്കും ജീവിക്കും? ഭക്ഷിച്ചാൽ. 94, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും എന്തു ചെയ്യും? ജീവിക്കും. 95, ഡാഷ് ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51 പ്രകാരം പൂരിപ്പിക്കുക. ലോകത്തിന്റെ, അതായത് ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് യോഹന്നാൻ 6:51 യേശു പറയുകയാണ്. 96, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്ത് എൻ്റെ ശരീരമാണ്? അപ്പം. 97, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ എന്താകുന്നു എന്നാണ് യേശു പറയുന്നത്? ശരീരമാണ്. 98, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു എന്ന് യേശു പറഞ്ഞതിനെ പറ്റി ആരുടെ ഇടയിൽ ആണ് തർക്കമുണ്ടായത്? യഹൂദർക്കിടയിൽ. 99, തന്റെ എന്ത് നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നാണ് അവർ ചോദിച്ചത്? ശരീരം. 100, തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ആർക്ക് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു? ഇവന്, അതായത് യേശുവിന്. 101, തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് ആര് ചോദിച്ചു? യഹൂദർ. 102, നിങ്ങൾ മനുഷ്യപുത്രന്റെ എന്ത് ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ശരീരം. 103, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ഭക്ഷിക്കുകയും എന്ത് പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും. 104, മനുഷ്യപുത്രന്റെ ശരീരം എന്ത് ചെയ്യുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഭക്ഷിക്കുകയും. 105, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്തുണ്ട് എന്നാണ് യോഹന്നാൻ 6:54 പറയുന്നത്? നിത്യജീവനുണ്ട്. 106, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. 107, അവസാന ദിവസം ഞാൻ ആരെ ഉയർപ്പിക്കും എന്നാണ് യേശു പറയുന്നത്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ. 108, എന്താണ് യഥാർത്ഥ ഭക്ഷണം എന്നാണ് യേശു പറയുന്നത്? എന്റെ ശരീരം. 109, എന്റെ ശരീരം എന്താണ് എന്നാണ് യേശു പറയുന്നത്? യഥാർത്ഥ ഭക്ഷണം. 110, എന്റെ രക്തം എന്താണെന്നാണ് യേശു പറയുന്നത്? യഥാർത്ഥ പാനീയം. 111, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും എന്തു ചെയ്യുന്നു? വസിക്കുന്നു. 112, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ. 113, ആര് എന്നെ അയച്ചു എന്നാണ് യേശു പറയുന്നത്? ജീവിക്കുന്നവനായ പിതാവ്. 114, ജീവിക്കുന്നവനായ പിതാവ് എന്നെ എന്തു ചെയ്തു? അയച്ചു. 115, ഞാൻ ആര് മൂലം ജീവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? പിതാവ് മൂലം.
116 ഞാൻ പിതാവ് മൂലം എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ജീവിക്കുന്നു. 117 ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എങ്ങനെ ജീവിക്കും? ഞാൻ മൂലം ജീവിക്കും. 118 അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? ജീവിക്കും. 119 ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് എന്നാണ് യോഹന്നാൻ 6:58 പറയുന്നത്? സ്വർഗത്തിൽ നിന്ന്. 120 ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന എന്താണ് അപ്പം? 121 ആര് മന്ന ഭക്ഷിച്ചു? പിതാക്കന്മാർ. 122 പിതാക്കന്മാർ എന്ത് ഭക്ഷിച്ചു? മന്ന. 123 പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. തുടർന്ന് എന്താണ് യേശു പറയുന്നത്? അതുപോലെയല്ല ഈ അപ്പം. 124 അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്തു ചെയ്യും? എന്നേക്കും ജീവിക്കും. 125 ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും എന്തു ചെയ്യും? ജീവിക്കും. 126 ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് യേശു പറഞ്ഞത് അവൻ എവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്? കഫർനാമിലെ സിനഗോഗിൽ. 127 കഫർനാമിലെ എവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ യേശു ഇത് പറഞ്ഞത്? സിനഗോഗിൽ. 128 കഫർനാമിലെ സിനഗോഗിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്? പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ 128 ചോദ്യങ്ങളാണ് രണ്ടാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ 83 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മൂന്നാം ഭാഗത്തിൽ 70ഓളം ചോദ്യങ്ങളുണ്ട്. 250-നടുത്ത് ചോദ്യങ്ങളാണ് 6-ാം അധ്യായത്തിൽ നിന്ന് ആകെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക, ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിക്കുക, വീഡിയോ പല ആവർത്തി കാണുക. എൻ്റെ എല്ലാ ഉദ്യമങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.